എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തീപ്പെട്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാലുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് തീപ്പെട്ടികളിലൊക്കെ തണുത്ത് പോയിട്ട് കത്തിക്കാൻ പറ്റണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ലേശം കുറച്ച് അരിമണി എടുത്തിട്ട് തീപ്പെട്ടിയുടെ ഉള്ളിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ തീപ്പെട്ടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തണുക്കില്ല. അപ്പോൾ നമുക്ക് എപ്പോൾ എടുത്താലും പെട്ടെന്ന് തന്നെ കത്തും കേട്ടോ. അടുത്ത ടിപ്പ് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പച്ചപ്പപ്പായൊക്കെ പൊട്ടിച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ, അധികമൊക്കെ പൊട്ടിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയും കൂടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം കറി വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ കയ്പ്പ് രസം വരാറുണ്ട്. അതില്ലാണ്ടിരിക്കണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പശ ഇങ്ങനെ പുറത്തേക്ക് വരും. അതിനുശേഷം അത് കഴുകി തുടച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമായാലും കയ്പ്പ് രസം വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കയ്പ്പ് രസം വരാറുണ്ട്. അന്ന് തന്നെ കറി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വേറെ ടിപ്പാണ്, ഇതുവരെ പറയാത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ നമ്മൾ കപ്പലിൻ്റെ പൊതിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈ ഒരു പൊതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പൊടിയുപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി നമ്മുടെ കത്രികേനൊന്ന് ഇറക്കി വെക്കണം. കണ്ടോ, ഇതുപോലെ. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഉപ്പിൻ്റെ പാത്രത്തിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കത്രികയുടെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഉപ്പിലേക്ക് വീഴാനും നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് കത്രിക അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂർച്ച കൂടും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഉപ്പ് നോക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഉപ്പ് നമ്മൾ പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കേണ്ട, ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറികളൊക്കെ വാഷ് ചെയ്യുമ്പോൾ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുക്കില്ലേ, അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിമോട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴാറുണ്ട്. അപ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പോൾ അതെല്ലാവർക്കും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ വീഴുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബാറ്ററിയുടെ സംഭവം തെറിച്ചു പോവും. അത് പൊട്ടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഫുള്ള് റിമോട്ട് ഒരു കവർ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് വീണാലും പ്രോബ്ലം വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ആ ഒരു ബാക്കിൽ ബാറ്ററി വരുന്ന ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വീണാൽ അതുകൊണ്ട് തെറിച്ച് പോവില്ല, തെറിച്ച് വീണ് പൊട്ടുകയില്ല. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു മൊത്തം റിമോട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിലും ഇതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും. അടുത്ത ടിപ്പ്, ചിക്കനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 2 ആഴ്ചയിലധികം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ ചിക്കനൊക്കെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല ഫ്രഷ് ആയിട്ട് ഒരുപാട് നാളിരിക്കും. അപ്പോൾ ഒരു ഐസ് കട്ടയുടെ ഉള്ളിലായിരിക്കുമല്ലോ അത് നന്നായിട്ട് ഫ്രീസായിട്ട് വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് ആ ഒരു ഫ്രഷ്നെസ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് പരീക്ഷിക്കൂ കേട്ടോ. അടുത്ത ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് എടുക്കുക. ഇതൊരു സ്ക്രബ്ബറാണ്, ഇതുപോലത്തെ ആയാലും മതി. ഇതിൽ നമ്മൾ കുറച്ച് കംഫർട്ടോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലോ കുറച്ചിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ, കിച്ചൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഒക്കെ ഒരു കോർണറിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അവിടെ മൊത്തത്തിൽ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് കൂടുതലായിരിക്കും, എല്ലായിടത്തും നനഞ്ഞിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ ക്ലീനിങ് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ, അതുപോലെ ഡൈനിങ് ടേബിളും ഒക്കെ ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ പീസ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ അലക്കിയൊക്കെ കഴിയുമ്പോൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മെഷീൻ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇടവിട്ട് അലക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് തോന്നാറുണ്ട്. അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ കുറച്ച് ഹോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറിയ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് കമ്പി പോലെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഫുള്ളായിട്ടും കുറച്ച് ഒരു 3/4 ഭാഗത്തോളം എന്തായാലും വെള്ളം ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൽ ലേശം കംഫർട്ടും ആക്കിയിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ കുളിയൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു ടൈൽസിൽ ഒക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാത്റൂമൊക്കെ അടച്ചിട്ട് പിന്നെ എപ്പോൾ തുറക്കുമ്പോഴും
ഒരു നല്ലൊരു സ്മെല്ല് അവിടെ ഉണ്ടാവും. ഫുള്ളും നല്ലോണം ആ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം വരെ ആ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെയും ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും ഒരു നനഞ്ഞ ഒരു സ്മെല്ലുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോന് ഒരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്